ഞങ്ങൾ ഇതിൻ്റെ സംവിധായകൻ എന്ന നിലയിലും ബിസ്റ്റി നെറ്റ്വർക്കിൻ്റെ CEO എന്ന നിലയിലും ഡാം 999 ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. ഈ ഒരു ചിത്രം ഞങ്ങൾ നിർമ്മിച്ചത് ഒരു വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. ഈ ഒരു ഈ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുള്ള 4000-ഓളം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡാമുകൾ ഇത് ഒരു വാട്ടർ ബോംബായിട്ട് നമ്മളുടെ സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അതിലെ ജീവിതങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ഇതിനെ സാധാരണ മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ഒരു പ്രണയകഥയിലൂടെ ഇതിൻ്റെ അവസാനം ഒരു ഡാം കൊളാപ്സിങ് സീൻ കാണിച്ചുകൊണ്ട് നമ്മളെല്ലാം ഇതുവരെ വായിച്ചറിവേ ഉള്ളൂ. ഡാം കൊളാപ്സ് ചെയ്യും, അത് ദുരന്തം വിതറുന്നൊക്കെ നമ്മൾ വായിച്ച അറിവേ ഉള്ളൂ. പക്ഷെ അതിനെ വിഷ്വലി കാണിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വളരെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് അതിൻ്റെ അവസാനം ഈ ഒരു ഡാം ഡിസാസ്റ്റർ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഒരു കേരളത്തിൽ കൊച്ചിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഈ ഒരു കഥയിലേക്ക് കൊണ്ടെത്തിച്ചത് തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ ഇഷ്യൂ തന്നെ. അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം 4 വർഷത്തിന് മുമ്പ് ഞാൻ ഈ ഒരു സിനിമ ചെയ്യണമെന്നുള്ള വിചാരത്തിൽ ഒരു കഥ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ വായിക്കുന്നത്. അതുവരെ സത്യം പറഞ്ഞാൽ സാധാരണ ഒരു മലയാളിയെ പോലെ എനിക്കും ഇത് മുല്ലപ്പെരിയാർ എത്രമാത്രം തീവ്രമായ ഒരു പ്രശ്നമാണെന്നോ അത് ഇടുക്കി വിട്ടിട്ട് കൊച്ചി നഗരത്തെ എത്രമാത്രം ബാധിക്കുമെന്നൊന്നും എനിക്കും കാര്യമായ ഒരു അറിവില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിലൂടെ ഞാൻ പിന്നീട് എൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ചൈനയിലെ ബാങ്ക്യാവോ ഡാം, ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം, അത് ഇന്നും 99% ലോകത്തുള്ള ജനങ്ങൾക്കും അറിയില്ല അങ്ങനൊരു ദുരന്തം നടന്ന കഥ. അത് ഈവൻ ചൈനയിൽ നിന്ന് 15 വർഷം അവർ ആ ന്യൂസ് പുറത്ത് വിട്ടത് പോലുമില്ല. ഒരു ഡാം, ഒരു ടൊറൻഷ്യൽ റെയിനിൽ, ഗ്ലോബൽ വാർമിങ്ങിലൂടെ ഉണ്ടായ ഒരു ടൊറൻഷ്യൽ റെയിനിൽ ഒരു ഡാം തകരുന്നു, അതോടൊപ്പം 62 ഡാമുകൾ തകരുന്നു, ഈ 2.5 ലക്ഷം പേര് മരിക്കുന്നു. ഇതാണ് ബാങ്ക്യാവോയിൽ നടന്ന ശരിയായ സംഭവം. പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത് ബാങ്ക്യാവോനും മുല്ലപ്പെരിയാർ ഡാമിനും ഒരേ കപ്പാസിറ്റിയാണെന്ന്. മുല്ലപ്പെരിയാർ ഡാം ഏതാണ്ട് 7 ഇരട്ടി ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഈ 25 ലക്ഷം പേരെ കൊല്ലാനുള്ള കഴിവ് ഇതിനുള്ളതെന്ന് മനസ്സിലായത്. അങ്ങനെ ഈ ഒരു വാട്ടർ ബോംബ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മനസ്സിൽ രൂപം കൊണ്ടതിന് ശേഷമാണ് ഈ ഒരു ചിത്രത്തിലേക്ക് ഞാൻ നീങ്ങുന്നത്. പക്ഷേ ആ ചിത്രം ചെയ്യുന്നതിന് മുമ്പ് എനിക്കറിയാം മുല്ലപ്പെരിയാറിനെ അതുപോലെ എടുത്ത് ഞാൻ ചിത്രമാക്കിയ ഈ ഒരു ചിത്രമൊന്നും ഒരിക്കലും വെളിച്ചം കാണില്ല, അത് പ്രശ്നങ്ങളിൽ മേൽ പ്രശ്നമാകുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡോക്യുമെന്ററി ആദ്യം ചെയ്തു. ഒരു ഡാംസ് ലിതൽ വാട്ടർ ബോംബ്സ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ. അത് മുല്ലപ്പെരിയാറിനെയും ബാങ്ക്യാവിനെയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിട്ടുള്ള ഒരു വളരെ നീണ്ട ഒരു സ്റ്റഡി ചെയ്ത് ശേഷം ചെയ്തൊരു ഡോക്യുമെന്ററിയാണ്. ആ ഡോക്യുമെന്ററിക്ക് ഇതിന് ഏതാണ്ട് 20ഓളം ഇന്റർനാഷണൽ അവാർഡ്സ് ലഭിച്ചു കഴിഞ്ഞു. ആ ഒരു ഡോക്യുമെന്ററി ആയിരിക്കണം ഒരു പക്ഷേ ഈ വിവാദത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ ഒരു ഡോക്യുമെന്ററി കണ്ടതിൽ നിന്നും ഒരു പക്ഷേ തമിഴ്നാട്ടിലുള്ള സർക്കാർ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു സിനിമയും കംപ്ലീറ്റ് ഈ ഡോക്യുമെന്ററി ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ ഞാൻ വളരെ ബോധപൂർവം തന്നെ ആവശ്യമില്ലാത്ത ഒരു പരാമർശവും ഒന്നും ഈ ഒരു മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചെയ്തില്ല. അതേസമയം തന്നെ ഈ ചിത്രം കാണുമ്പോൾ ഏത് പ്രദേശത്തുള്ള ഒരു വ്യക്തിക്കാണെങ്കിലും ആ പ്രദേശത്ത് ഏത് ഡാം ഭീഷണി ഉയർത്തുന്ന ഏത് ഡാം ഉണ്ടോ ആ ഡാമിന്റെ ഒരു ഫീൽ കൊണ്ടുവരുന്ന രീതിയിൽ ഗ്ലോബൽ പെർസ്പെക്റ്റീവോട് കൂടി ചെയ്തതാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം കാണുമ്പോൾ മലയാളികൾക്കും തമിഴ്നാട്ടിലുള്ളവർക്കും അത് തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറായിരിക്കും അവരുടെ മനസ്സിൽ വരുന്ന ആദ്യ ചിത്രം. പക്ഷേ മറ്റൊരു ദേശത്താണെങ്കിൽ അവിടുത്തെ ഡാം ആയിരിക്കും. ആ രീതിയിൽ വളരെ ബോധപൂർവം ഇതിൽ ഒരുവിധ പരാമർശമില്ലാതെ ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വിവാദം ഉണ്ടാക്കിയത് ഇതിലെ ഡാം 999 എന്നുള്ള നെയിമാണ്. ഇതിനകത്ത് 999 വർഷം വ്യക്തമായിട്ട് ഇതിനകത്ത് തിരക്കഥയിൽ ഈ സിനിമയിൽ വിഷ്വലി കാണിക്കുന്നുണ്ട്. ഒരു TV ജേർണലിസ്റ്റ് വന്നിട്ട് ഈ പുതിയ ഡാമിന്റെ ഇനാഗുറേഷൻ, ഈ കൊളോണിയൽ ഡാമിന്റെ മുന്നിൽ പണിയുന്ന പുതിയ ഡാമിന്റെ ഇനാഗുറേഷൻ 2009 സെപ്റ്റംബർ 9 ചെയ്യുന്ന ദിവസം അത് ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ ആ ഡാം ഫില്ല് ചെയ്യുമ്പോൾ പഴയ ഡാം വെള്ളത്തിനടിയിലേക്ക് ഒരു അണ്ടർ വാട്ടർ മോണുമെന്റ് ആയി മാറും. സോ ടുമോറോ ഓൺവേർഡ്സ് ദിസ് വിൽ ബി ജസ്റ്റ് അണ്ടർ വാട്ടർ മോണുമെന്റ് ആസ് ഡാം 999. ഇതാണ് വ്യക്തമായിട്ട് ഈ ചിത്രത്തിൽ നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഈ ചിത്രം കാണാതെ ഈ പേരും ഈ ഡോക്യുമെന്ററിയും മുന്നിൽ കണ്ടുകൊണ്ട് ഈ ചിത്രത്തിനെ ബാൻ ചെയ്യുകയാണ് ഉണ്ടായത്. ചിത്രം കാണുക പോലും ചെയ്തില്ല. പക്ഷേ 2 ദിവസം മുമ്പ് എനിക്ക് കിട്ടിയേക്കുന്ന ലെറ്ററിനകത്ത് കാണിച്ചേക്കുന്നത് വേറെ മറ്റൊരു ഡേറ്റ്, കഴിഞ്ഞ അടുത്തൊരു ദിവസത്തെ ഒരു ഡേറ്റ് ഇട്ടിട്ടാണ് 24th ഡേറ്റ് ഇട്ടിട്ടാണ് ആ ലെറ്റർ ഇഷ്യൂ ചെയ്തേക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ബാൻ വന്നു കഴിഞ്ഞതാണ്. കാര്യം 24th അന്ന് ഞങ്ങളൊരു DVD വരെ കൊണ്ടുപോയി കാണിച്ചു. ഇതാണ് ചിത്രം, സെൻസർ ബോർഡ് തന്നേക്കുന്ന സർട്ടിഫൈ ചെയ്തേക്കുന്ന ചിത്രമാണ്, ഇത് കാണുക എന്ന് പറഞ്ഞാൽ അവരെ കാണിച്ചു. അപ്പോൾ മാത്രമാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ഒരു 7 ദിവസമാണെങ്കിൽ ഇത് പിൻവലിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലെറ്ററിനകത്ത് 14 ദിവസത്തേക്ക് ബാൻ ചെയ്തിരിക്കുന്നു. അത് ഒരു പക്ഷേ വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തീരുമാനവും ഞങ്ങൾ മാറ്റുന്നു. കാര്യം ഇത് 7 ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷനാണ്.
സെൻസർ ബോർഡ് പാസ് ചെയ്തേക്കുന്ന ഒരു ചിത്രം. അത് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഞാൻ ഇതിനെ ചലഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ നിർമ്മിക്കപ്പെടുന്ന എല്ലാ ചിത്രങ്ങൾക്കും മീതെയും ഇതുപോലുള്ള ബാനുകൾ വരും. ഇതിന് കോടതി തീരുമാനിക്കട്ടെ. കോടതി ഇത് ബാൻ ചെയ്യേണ്ട ചിത്രമാണെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കും. പക്ഷേ നിയമപരമായിട്ട് എൻ്റെ അറിവിൽ ഇപ്പോഴുള്ള നിയമത്തിൽ ഇതിനെ ബാൻ ചെയ്യാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് ഞങ്ങളത് സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് മൂലമുണ്ടായിരിക്കുന്ന ഡാമേജസ് എത്ര വലുതാണ് എന്ന് ഇനി നമ്മൾ കൗണ്ട് ചെയ്തിരിക്കുന്നു. ഒന്നാമത്, ഇതിൽ രാഷ്ട്രീയത്തിന്റെ നിറം കലർത്തിയതുകൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു തലത്തിലേക്ക് പോയത്. ആരൊക്കെയോ ഇതിനകത്ത് പൊളിറ്റിക്കൽ ഗെയിൻസ് എടുക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന് ഉണ്ടായ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. അത് ജനങ്ങളെ രണ്ട് തട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്ക് ഇതിന്റെ വ്യക്തമായ ഒരു ഐഡിയ അല്ല കൊടുക്കുന്നത്. വളരെ വഴിവിട്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം വേണമെന്നുള്ളത് ആവശ്യമാണ്, അത് ന്യായമാണ്, അത് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് കൊടുക്കാൻ കേരളത്തിലുള്ള ജനങ്ങൾക്കും ഒരു വിഷമമില്ല. കേരളത്തിൽ ഇഷ്ടംപോലെ വെള്ളമുള്ളതാണ്, ഇഷ്ടംപോലെ റിവേഴ്സ് ഉള്ളതാണ്. പക്ഷേ കേരളത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നം ഈ ഒരു ഡാം ഉണ്ടാക്കുന്ന, മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കുന്ന ഇഷ്യൂ ആണ്. പക്ഷെ അത് ഈ ഒരു സിനിമയിലൂടെ ഈ ഒരു ചിത്രം ഇത്രയധികം ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയുടെ വിജയം എന്ന് തന്നെ കരുതാം. കാര്യം മുല്ലപ്പെരിയാറിനെ കുറിച്ച് പരാമർശിക്കാതെ തന്നെ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ ഇതിന് ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള സീരിയസ് സബ്ജക്ട്സ് സിനിമാ പ്രവർത്തകർ നിർമ്മിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഇതുപോലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അത് തന്നെയാണ് വേണ്ടത്. അതാണ് സിനിമയുടെ ധർമ്മവും. പക്ഷേ ഇത്തരം സിനിമകളുടെ വരവ് വളരെ കുറവാണ്. അതിലേക്ക് ഈ ഒരു വഴിമാറ്റം, ഒരു ചൂടുമാറ്റം കൂടിയായിരിക്കും ഈ ചിത്രം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കൂടുതൽ പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ മുഴുവൻ ചെയ്തിരിക്കുന്ന ചെന്നൈയിലെ EFX പ്രസാദ് EFX എന്ന് പറയുന്ന കമ്പനിയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന 99% ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ തമിഴ് ജനതയുടെ വികാരങ്ങളെ ഖനിക്കുന്ന അല്ലെ വ്രണപ്പെടുത്തുന്ന ഒരു ചിത്രമാണെങ്കിൽ ഒരിക്കലും അവരാരും ഇതിനകത്ത് വർക്ക് ചെയ്യില്ല. ഇതിനകത്ത് വർക്ക് ചെയ്തേക്കുന്ന മിക്കവാറും എല്ലാവരും തമിഴ്നാട്ടിൽ താമസിക്കുന്നവരാണ്. ആർട്ട് ഡയറക്ടർ തമിഴ്നാട്ടിലാണ്, മ്യൂസിക് ഡയറക്ടർ തമിഴ്നാട്ടിലാണ്, സിനിമാറ്റോഗ്രാഫർ തമിഴ്നാട്ടിലാണ്. എല്ലാവരും തമിഴ്നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് വർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു ചിത്രത്തിൽ ഒരിക്കലും തമിഴ്നാടിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒന്നും കൊണ്ടുവരില്ല. പക്ഷെ അതേസമയം ഈ ഒരു ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് ഈ ചിത്രത്തിന്റെ വിധിയായിരുന്നു. അത് തീർച്ചയായിട്ടും 100% അത് ഇതിലൂടെ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു രീതിയിൽ ഏറ്റവും വലിയ ഡാമേജ് ഫിലിം ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്നത് ഈ ഒരു ചിത്രത്തിലൂടെയാണ്. നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ 16 നാഷണൽ അവാർഡ് വിന്നേഴ്സിനെ നിരത്തി ഒരു ഹോളിവുഡിന്റെ പ്രൊസീജിയറിൽ ഒരു മൂവി എങ്ങനെ ഇന്ത്യയിൽ സ്പെഷ്യൽ എഫക്ട്സോട് കൂടി നമുക്ക് 1 മിനിറ്റ് നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ ഒരു ഹോളിവുഡ് ചിത്രം ഇന്ത്യക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ 2012 പോലെ വാട്ടർ എഫക്ട്സ് 100 മിനിറ്റ് ഉള്ള ഒരു ചിത്രം ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇത്തരം ഒരു പ്രോജക്റ്റ് ഈ ഒരു രീതിയിൽ രണ്ട് സ്റ്റേറ്റുകളെ തമ്മിൽ വിഘടിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചിത്രത്തിൽ അഭിനയിക്കുന്ന പലരും ഞങ്ങൾ അറിയാതെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കാര്യം അവരത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് നാളെ തമിഴ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും സിനിമാ മേക്കിങ്ങിൽ ഇതിലെ കലാകാരന്മാരെ കൂച്ചുവിലങ്ങിടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ ഞാൻ ഇതിനകത്ത് ഫുൾ ടൈം ഇവിടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഇല്ലാത്തതുകൊണ്ടും എനിക്കിപ്പം തമിഴ്നാടില്ലെങ്കിൽ വേറെ സ്ഥലത്ത് കൊണ്ട് സിനിമാ പ്രവർത്തനം നടത്താനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് തുറന്നു പറയാൻ പറ്റുന്നത്. പക്ഷേ ഇത് തുറന്നു പറയാൻ മടിക്കുന്ന ബഹുഭൂരിപക്ഷം സിനിമാ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത്തരം പ്രവർത്തകരുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാതിരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നവർ ശ്രമിക്കുക. കാര്യം തീർച്ചയായിട്ടും തമിഴ്നാട് പോലൊരു സ്റ്റേറ്റ് സിനിമയെ ഇത്രയധികം അറിയാവുന്ന പൊളിറ്റീഷ്യൻസ് വേറെ എങ്ങും കാണുന്നില്ല. തമിഴ്നാട് പൊളിറ്റിക്സ് സിനിമയുമായിട്ട് മാറി നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് സിനിമാ പ്രവർത്തകരുടെ വികാരങ്ങൾ അറിയാം, ഒരു സിനിമ നിർമ്മിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അത്ര ഒരു ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഇത്തരം ഒരു നീക്കം ഉണ്ടായത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു തെറ്റ് മനസ്സിലാക്കിയിട്ട് ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഈ ഒരു ബാൻ പിൻവലിക്കുക എന്നുള്ളത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അത് ഇനിയെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ഇഷ്യൂലോടുകൂടി ഈ ചിത്രത്തിന് തന്നെ വളരെ തുടക്കത്തിൽ ഞങ്ങൾക്കൊരു ഹൈപ്പ് കിട്ടിയെങ്കിൽ ഇപ്പം അത് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ മീഡിയയിലൂടെ ഇതിന് ഇപ്പം കിട്ടിയേക്കുന്ന ഒരു ചിത്രം ഇത് തുടക്കം തൊട്ട് അവസാനം വരെയും ഒരു ഡാം ഡിസാസ്റ്റർ സ്റ്റോറിയാണ്. അങ്ങനെയല്ല, ഇത് ഒരു പ്രണയകഥയുടെ അവസാനം സംഭവിക്കുന്ന ഒരു ഡാം ദുരന്തം.
അപ്പൊ ഞങ്ങളുടെ മെയിൻ പോസ്റ്റർ തന്നെ ഒരു ഒരു പഴയ സെയിൽ ഷിപ്പ് കാണിച്ചിട്ട് എ വോയേജ് ത്രൂ ദ 9 seas ഓഫ് ലോസ്റ്റ് ലവ് എന്നാണ് ഞങ്ങളുടെ മെയിൻ ക്യാപ്ഷൻ തന്നെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രണയകഥ കാണാൻ വേണ്ടി അല്ല ഇന്നിപ്പം തിയേറ്ററിൽ ആൾക്കാർ കയറുന്നത്. ആദ്യത്തെ 2 ദിവസം കയറിയേക്കുന്ന ആൾക്കാർ ഒരു ഡാം ഡിസാസ്റ്റർ ത്രൂ ഔട്ട് കാണാൻ വേണ്ടി കയറുന്നു. അവർക്കൊരു 3/4 ഭാഗം വരെയും അവർ അസ്വസ്ഥരാകുന്നു, ഈ ഒരു ഡാം ദുരന്തം കാണുന്നില്ല. അതേസമയം അവസാനത്തെ അരമണിക്കൂർ മുഴുവൻ ഇതിന്റെ ക്ലൈമാക്സ് സീക്വൻസിൽ മാത്രമാണ് ഇതിന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ ഇതും വരുന്നത്. പക്ഷെ അത് ഒരു പക്ഷേ ചിത്രത്തിന് ഒരു നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് ഒരു 10 നല്ല കമന്റ്സ് വരുമ്പോൾ 2 മോശം കമന്റ്സ് വന്നാൽ മതി, ഇതിന് വളരെ നെഗറ്റീവായിട്ട്. കാര്യം ഇന്ന് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ലോകത്തിന് മുമ്പിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു മാധ്യമമാണ്. അത് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ഇത് ചെല്ലുകയാണ്. ഞങ്ങൾ ഇതിന്റെ ഇന്റർനാഷണൽ റിലീസ് ഓസ്കർ നോമിനേഷൻ ഡിക്ലറേഷന് ശേഷം ചെയ്യാനിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ ഇന്റർനെറ്റിലൂടെ ഒരു നെഗറ്റീവ് ക്യാൻവാസിംഗിലേക്ക് കാര്യങ്ങൾ നീക്കുക എന്ന് പറയുന്നത് ചിത്രത്തിനെ വളരെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഒരു ചിത്രത്തിലെ സീരിയസ് ആയിട്ട് ഒരു സീരിയസ് മൂവി എങ്ങനെ സാധാരണ ഒരു പ്രണയകഥയും ഒരു ദുരന്തവും മാത്രമല്ല ഇതിനെ ഒരു 9 രീതിയിൽ കാണാൻ വേണ്ടി ഈ 16 നാഷണൽ അവാർഡ് വിന്നേഴ്സും അവരെ കൊണ്ട് കഴിയാവുന്ന എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം കോസ്റ്റ്യൂം ഡിസൈൻ ആണെങ്കിലും നവരസ ബേസ് കോസ്റ്റ്യൂം ഡിസൈൻ അത് റിസർച്ച് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഇതിനകത്ത് ക്യാരക്ടർ ഡെവലപ്മെന്റിന് വേണ്ടി ഓരോ രസത്തിന്റെയും സൈക്കോ അനാലിസിസ് അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ഇപ്പം രൗദ്ര സ്വഭാവത്തിന് പിന്നിൽ ഇഡിപ്പസ് കോംപ്ലക്സിന്റെ എലിമെന്റ്സ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് ചെയ്യുന്ന ഓരോ രീതിയിലും ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ ഒരു നീണ്ട കഥയാണ്. പക്ഷേ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു പ്രോജക്റ്റിനെ ഇങ്ങനെ കൊന്നുകളയുന്ന രീതിയിലുള്ള ഒരു സമീപനം ശരിയല്ല. ഇതിപ്പോ കേരളത്തിൽ മാത്രമാണ് 100% ജനങ്ങൾ അതൊരു വികാരം കൊണ്ടായിരിക്കും അവർ തീർച്ചയായും ഇത് പൂർണ്ണമായിട്ട് എല്ലാ തിയേറ്ററും ഹൗസ്ഫുൾ ആയി പോകുന്നു. പക്ഷേ ഈ ഒരു നെഗറ്റീവ് ഇതിപ്പോ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഞങ്ങൾക്കിപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. കാര്യം ഇത് മുഴുവൻ ഒരു ഡാം ഡിസാസ്റ്റർ മൂവി എന്നുള്ള ഇമേജിലാണ് പോകുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഇതിനകത്ത് സെക്സ് ഇല്ല, വയലൻസ് ഇല്ല, ഒരു കുടുംബ ചിത്രമായിട്ട് ഒരു പ്രണയകഥയിലൂടെ പറയുന്നു. അതേസമയം ഞങ്ങൾക്ക് കൺവേ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ കൺവേ ചെയ്യുന്നുണ്ട്. ഒരു ഡാം ദുരന്തം എങ്ങനെയാണ് അതിനകത്ത് ഒരു സീക്വൻസിൽ ഒരൊറ്റ സ്റ്റെപ്പ് പോലും ഞങ്ങൾ വിട്ടിട്ടില്ല. ഇതിനകത്ത് ഒരു ടൊറൻഷ്യൽ റെയിൻ വരുന്നുണ്ട്, ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നുണ്ട്, സുനാമി ഫോർമേഷൻ കാണിക്കുന്നുണ്ട്, ഡാം തകർച്ച കാണിക്കുന്നുണ്ട്, അതിനുശേഷം അത് വില്ലേജുകളിലൂടെയും പട്ടണങ്ങളിലൂടെയും കടന്നു പോകുന്നത് കാണിക്കുന്നുണ്ട്, ഒടുവിൽ കടലിൽ വന്ന് അത് എത്തുന്നതും, അതിനുശേഷം പിറ്റേ ദിവസം ആയിരക്കണക്കിന് പേർ മരിച്ചു കിടക്കുന്ന ഇങ്ങനെയുള്ള ആ ഒരു ഡാം ദുരന്തത്തിൽ കാണിക്കേണ്ട എല്ലാ ഷോട്ട്സുകളും പ്രകൃതി തരുന്ന വാർണിങ്ങുകൾ ഇതെല്ലാം ഇതിനകത്ത് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾക്കിപ്പം കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഫൈറ്റിനിടയിൽ ഇന്റർനെറ്റിലൂടെ ഞങ്ങൾക്കെതിരെ ഈ നെഗറ്റീവ് ക്യാൻവാസിംഗ് ഒരു സൈഡിലൂടെ ശക്തമായ രീതിയിൽ വന്നേക്കുന്നു. ഈ രീതിയിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഉള്ള ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. Question can be asked in English and Malayalam also. ഈ പറഞ്ഞ ഒരു പ്രണയ കഥയാണ് മെയിനായിട്ട്. അതായത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, നെഗറ്റീവായിട്ട് പബ്ലിസിറ്റി ഉണ്ടാകുന്നു പറഞ്ഞു. ശരിക്കും ഒരു പ്രണയം മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു തീമായിരുന്നെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമായിരുന്നു, ഇത്രയും ആളുകൾ കാണാൻ ആഗ്രഹിക്കുമായിരുന്നു. ശരിക്കും ഒരു ഡാമിന്റെ ഒരു സബ്ജക്ട് ഉള്ളതുകൊണ്ടല്ലേ ശരിക്കും ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന ഇത്രയും ആളുകൾ കാണാൻ ആഗ്രഹിക്കും. ഈ ആദ്യത്തെ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും ഇത്രയും തിയേറ്ററുകളിൽ ഇത്രയും തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേങ്കിൽ ആദ്യം നമ്മൾ പ്രണയകഥ എന്ന് പറഞ്ഞ് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആള് കുറവാണെങ്കിലും പക്ഷെ പിറ്റേന്ന് വരുന്നത് കാര്യം പ്രണയകഥ കാണാൻ വരുന്നവർക്ക് അവരുദ്ദേശിച്ചതിനേക്കാളും നല്ലൊരു കഥയാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും ഇനി ഒരു ഡാം ബേസ്ഡ് മൂവി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ഈ ഡാം ബേസ്ഡ് മൂവി ഞാൻ മാത്രമല്ല, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ സംവിധായകനായ ജെയിംസ് ക്യാമറൂൺ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം ഒരു ഡാമിനെ ബേസ് ചെയ്തിട്ടുള്ള, ബ്രസീലിലെ ഒരു ഡാമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഇത് തന്നെ ഒരു ഡോക്യുമെന്ററിയാണ്. പക്ഷെ അദ്ദേഹം അതിന്റെ ഇവാക്വേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡാം നിർമ്മാണത്തിന് വേണ്ടി ജനങ്ങളെ ഒഴിപ്പിക്കുന്നതാണ് അതിനകത്ത് സബ്ജക്ട്. ദാറ്റ് മീൻസ് അദ്ദേഹവും ഒരു ഡാമിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്റർനെറ്റിൽ ഒരുപാട് കമ്പാരിസൺ ഉണ്ട്. ഈ മൂവിയുടെയും ജെയിംസ് ക്യാമറൂണിന്റെ ചിത്രത്തിനെ കുറിച്ച് ഒരുപാട് കമ്പാരിസൺ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. പക്ഷേ അതറിഞ്ഞു ഇത് ഇന്ന് ലോകം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെട്ട് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുപൊട്ടി പറയാം. അതാണ് ഈ ഒരു മൂവിയിലൂടെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇത് മുല്ലപ്പെരിയാർ ഇഷ്യൂ മാത്രമേ, ഈ മുല്ലപ്പെരിയാർ കേരളത്തിലുള്ളവർക്കും തമിഴ്നാട്ടിലുള്ളവർക്കും മാത്രമേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഇഷ്യൂ. ലോകത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇതൊരു പുതിയ കൺസെപ്റ്റാണ്. വാട്ടർ ബോംബ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. വാട്ട് ഈസ് ഇതുപോലൊരു ഡാം പൊട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇതുവരെ ആർക്കും വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കാതെ പോയൊരു കാര്യമാണ്. 4000-ഓളം ഡാമുകൾ ഇപ്പോഴുണ്ട്. അത് 2020 ആകുമ്പോൾ 40,000 ഡാമുകൾ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് കാലപ്പഴക്കം ചെയ്യും.
ചെല്ലും. ഡാം ദുരന്തത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കണോ, അതിനു മുമ്പ് നമ്മൾ പ്രിക്കോഷൻ എടുക്കണോ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതുപോലെ തന്നെയാണ് ഈ ഡാമിൽ ഞങ്ങൾ എന്താണ് കാണിക്കുന്നത്, ഇതിന്റെ മുന്നിൽ പണിയുന്ന പുതിയ ഡാം, നാളെ മുല്ലപ്പെരിയാറിന്റെ മുന്നിൽ ഒരു പുതിയ ഡാം വരാം. ആ വരുന്ന ഡാമിനകത്ത് നമ്മൾ എഞ്ചിനീയറിംഗ്, ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ നിർമ്മിക്കുന്ന വേളയിൽ അതിനകത്ത് എഞ്ചിനീയറിംഗ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നിർമ്മിക്കത്തില്ലെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോഴുള്ള ഡാമിനേക്കാളും മോശം ഒരു ഡാമായിരിക്കും നമ്മൾ പണിയുന്നത്. അത് ഇതിനേക്കാളും വലിയൊരു ദുരന്തമായിട്ട് ആയിരിക്കും ഉണ്ടാക്കുക. അതാണ് ഈ ചിത്രത്തിന്റെ ഫൈനൽ കാണിക്കുന്നത്. ഒരു കറപ്ഷൻ ഡാം വരുന്നു, ആ കറപ്ഷൻ ഡാമിൽ നിന്നുണ്ടാകുന്ന ദുരന്തം. ഇങ്ങനെയാണ് ഈ ചിത്രം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മെസ്സേജാണ്, നമുക്ക് പഴയ ഡാമുകൾ മാറ്റണം, അവിടെ പുതിയ ഡാമുകൾ വരണം, ആ പുതിയ ഡാം നമ്മൾ പണിയുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാണ് ഈ ചിത്രത്തിലൂടെ കൊടുക്കുന്ന മെസ്സേജ്. അല്ലാതെ ഇത് വെറും ഒരു മുല്ലപ്പെരിയാറിൽ ഉദ്ദേശിക്കാൻ വേണ്ടിയാണെങ്കിൽ എനിക്ക് ഇത് ഇംഗ്ലീഷിൽ പോയി ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് മലയാളത്തിൽ ഒരു സിനിമ ചെയ്താൽ മതി. ഇത് 200 രാജ്യങ്ങളിലേക്ക് എത്തണം. 200 രാജ്യങ്ങളിൽ ഏതാണ്ട് 20 ഭാഷകളിലേക്ക് ഇത് ഡബ് ചെയ്യണം. ഇന്ത്യയിൽ മാത്രം 5 ലാംഗ്വേജസിലാണ് ഇത് വരുന്നത്. ഈ 20 ഭാഷയിൽ ഡബ് ചെയ്യുമ്പോഴും ആ പ്രദേശത്തുള്ളവർക്ക് തോന്നണം ഇത് അവരുടെ നാട്ടിലെ ഡാമിനെ കുറിച്ച് ചെയ്യുന്ന ഒരു ചിത്രമാണ് എന്ന് തോന്നണം. ആ രീതിയിലാണ് ഇതിന്റെ തിരക്കഥ ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്തുകൊണ്ടാണ്. ഇതിനകത്ത് ആ ഒരു മെസ്സേജ് ഇല്ലെങ്കിൽ ഒരിക്കലും ഇതൊരു ഓസ്കാർ ലൈബ്രറിയിലേക്ക് ഒരു സെലക്ഷൻ കിട്ടത്തില്ല. ഇതിന് വാർണർ ബ്രദേഴ്സ് പോലെയുള്ള ഒരു വിതരണ കമ്പനി ഇത് അവർ പരിഗണിക്കുക പോലും ചെയ്യില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഒരു ഡാമിന്റെ മുന്നിൽ കഴിയുന്ന വ്യക്തിയിൽ നിന്നാണ് ഈ കഥയുടെ തുടക്കം. പക്ഷെ അതൊരു സ്പാർക്ക് മാത്രമാണ്. എനിക്കൊരിക്കലും ഞങ്ങൾ ഈ ഒരു ക്യാൻവാസിൽ ചെയ്യുന്ന ചിത്രത്തിന്റെ 10% പോലും എനിക്ക് ഒരിക്കലും കേരളത്തിൽ നിന്നും ഈ കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രം കളക്ട് ചെയ്ത് പോലുമില്ല, ഒരിക്കലും കിട്ടത്തില്ല. 50 ദിവസം ഇത് ഹൗസ്ഫുള്ളായിട്ട് ഓടിയാൽ പോലും ഇതിന്റെ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഇന്റർനാഷണലി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. പിന്നെ മലയാളി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഈ ഡോക്യുമെന്ററിക്കാണ് നമ്മൾ ആദ്യം ഹൈപ്പ് കൊടുത്തിരുന്നത്. ഡോക്യുമെന്ററി ജനങ്ങളിലെത്തണം, അതിലൂടെ ഇതിനൊരു ഒരു പരിഹാരം ആ ഡോക്യുമെന്ററി കണ്ടെത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? ഇപ്പം ഇവിടെ പാർലമെന്റിന്റെ മുന്നിൽ സത്യാഗ്രഹിക്കുന്ന ഡാം നിരോധിക്കണം, ഇതിനുവേണ്ടി പറയുന്ന കാര്യമാണ് ബേസ് ഇല്ലാത്തത്. ഈ പറയുന്ന കാര്യത്തിനകത്ത് ഉള്ള ഈ 999 വർഷം ഇതിന്റെ പേരാണെന്ന് ഇങ്ങനെയൊക്കെയുള്ള ഈ ആരോപണങ്ങൾ എല്ലാമേ തെറ്റാണ്. ഇതൊന്നും അല്ല. ഇത് ചിത്രം കാണാതെ എടുത്ത ഒരു ബാലിശമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ആ തെറ്റ് തിരുത്തണമെന്നാണ് ഞങ്ങൾ ചലഞ്ച് ചെയ്തത്. റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ താങ്കളും താങ്കളുടെ സഹപ്രവർത്തകരുമാണ് ഈ ചിത്രവും മുല്ലപ്പെരിയാർ ഡാമുമായിട്ടുള്ള ബന്ധങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്റർനെറ്റ് വഴി വ്യാപകമായ പ്രചരണം നടത്തിയത്. ഇല്ല ഏതെങ്കിലും ഞാൻ പറഞ്ഞതായിട്ട് എന്റെ എല്ലാ പ്രീവിയസ് സാധനങ്ങളും ഞാൻ ഇന്നുവരെ കൊടുത്തിട്ടുള്ള എല്ലാ പ്രസ് മീറ്റിന്റെയും എന്റെ വെബ്സൈറ്റിൽ sohandroid.com പോയി കഴിഞ്ഞാൽ കാണാം. അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് 4000 ഡാമുകളെ ബേസ് ചെയ്താണ്. അത് കേരളത്തിലുള്ളവർക്കും മലയാളികൾക്കും തമിഴ്നാട്ടിലുള്ളവർക്കും ഇത് മുല്ലപ്പെരിയാറാണ്. മറ്റൊരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡാമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അതാ പറഞ്ഞു, എന്റെ വെബ്സൈറ്റിനകത്ത് ഇതുവരെ ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ പ്രസ് മീറ്റിംഗ് അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ എഴുതുന്നതാണ്. ഞാൻ പറയുന്നത് മാത്രം അത് വിഷ്വലായിട്ടുള്ള സാധനം മാത്രമേ എനിക്ക് ഇടാൻ പറ്റൂ. അതിന്റെ എല്ലാത്തിനും പ്രൂഫ് ഒരു വീഡിയോ പോലും ഇല്ലാതെ അവിടെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരിടത്ത് പോലും ഞാനിത് മുല്ലപ്പെരിയാറിനെ കൊണ്ട് ചെയ്യുന്ന ചിത്രമല്ല പറയുന്നത്. ഇത് മലയാളിക്കും തമിഴ്നാട്ടിലുള്ളവർക്കും ഇത് മുല്ലപ്പെരിയാറാണ്. അത് മറ്റൊരു സ്ഥലത്തില്ല, അവിടുത്തെ ഡാമാണ്. മനസ്സിലാക്കാം, ഇന്ത്യയിൽ 64 ഡാമുകളുണ്ട്. കൊളോണിയൽ ഡാം 100 വർഷം കഴിഞ്ഞത്. എത്ര പേർക്കറിയാം ഈ കാര്യം? നാളെ ഇതുപോലെ ഈ 63 ഡാമുകളിലും പ്രശ്നങ്ങൾ വരികയാണ്. നമ്മൾ എന്ത് നീക്കമാണ് നടത്തിയേക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. 360ഓളം കൊളോണിയൽ ഡാംസ് ഉണ്ട്. ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞത് 360-ലേറെ കൊളോണിയൽ ഡാംസ് ഇന്ത്യയിലുണ്ട്. ഇത് എത്ര പേർക്കറിയാം? നമ്മൾ എന്ത് നീക്കമാണ് നടത്തിയേക്കുന്നത്? അതുകൊണ്ട് ഇതിനെ പോസിറ്റീവായിട്ട് കാണുക, ഇതിനെ 2 തലത്തിൽ കാണുക. ഈ ഒരു ചിത്രത്തിലെ മെസ്സേജിലൂടെ ഈ ഡാമുകൾ ഉണ്ടാക്കുന്ന ഭീഷണി, കാര്യം മുല്ലപ്പെരിയാർ പോലൊരു ഡാം ഒരു ഹിരോഷിമയിലിട്ട ബോംബിന്റെ 180 മടങ്ങ് ശക്തിയുള്ള ഒരു ബോംബാണ്. സാധാരണ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് കൂടുന്നതനുസരിച്ചിട്ട് അതിന്റെ ശക്തി കുറഞ്ഞു വരും. പക്ഷേ ഒരു വാട്ടർ ബോംബിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴുകുന്നതനുസരിച്ച് അതിന്റെ കൈനറ്റിക് എനർജിയാണ് കൂടുന്നത്. ആ എനർജി സ്പ്രെഡ് ആയിട്ട് അതിന്റെ ഏരിയ കൂടുകയാണ്, അതിന്റെ നശീകരണ ശക്തി കൂടുക. ഇത് കടലിലേക്കാണ് നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നത്. ഈ ഒരു മെസ്സേജ് ഈ ഒരു ചിത്രത്തിലൂടെ ജനങ്ങളിൽ എത്തിച്ചാൽ മാത്രമേ, ജനങ്ങൾ പ്രതികരിച്ചാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ അടുത്ത നീക്കങ്ങൾ നടത്തത്തുള്ളൂ. ഒരു ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പർപ്പസ് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ കാലാവധി ഉണ്ടാവണം. ആ കാലാവധി ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ലാതെ പ്രവൃത്തിയിലിരിക്കുന്ന ഡാം ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. അത് ഒന്നെങ്കിൽ ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പവർ കൺസംഷന് വേണ്ടി, പവർ ജനറേഷന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ വാട്ടർ യൂസേജിന് വേണ്ടിയായിരിക്കും. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. 10% വെച്ച് ഓരോ വർഷവും കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം.
അപ്പം അതിനെ ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് വേണം. പിന്നെ ഒരു ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഈ ഒരു 100% മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റാമ്പോട് കൂടി ഇന്ത്യയുടെ പോസിറ്റീവ് സൈഡാണ് ഈ ഒരു ചിത്രത്തിലൂടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് സ്ലം ഡോഗ് മില്യനിലൂടെ ഇന്ത്യക്ക് കിട്ടിയ നെഗറ്റീവ് ഇമേജ് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിനെ ആ രീതിയിൽ ഒരു മോറൽ സപ്പോർട്ട് തരുന്നതിന് വേണ്ടി ഇതിനെ തകർക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത്. പക്ഷേ അതേസമയം ഞങ്ങൾ മീഡിയയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടക്കം തൊട്ട് ഈ ഒരു ചിത്രത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മീഡിയയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റീസെന്റ് ഇതിനെ വേറൊരു തലത്തിലേക്ക് ഇത് ഒരു ഇന്റർസ്റ്റേറ്റ് ഇഷ്യൂലേക്ക് കാണിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കഥയിൽ നിന്ന് വ്യതിരിച്ചു പോകുന്നു. ഇതിന്റെ പ്രണയകഥയിൽ നിന്ന് മാറിയിട്ട് ഇത് വെറൊരു ഡാം ഡിസാസ്റ്റർ ഇഷ്യൂലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നു. താങ്കളുടെ ആശങ്കകളും ആശയങ്ങളും എല്ലാം ഒരു ചിത്രത്തിന്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി താങ്കൾ കോംപ്രമൈസ് അല്ല, സാമ്പത്തിക നേട്ടത്തിന്റെ അല്ല. ഇത് ഒരു സീരിയസ് മൂവി ഇവിടെ രണ്ടുതരം ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. സീരിയസ് ആയിട്ടുള്ള ഒരു മൂവി കാണുന്നവരിൽ മാത്രമേ ഈ സിനിമയിൽ ഇട്ടേക്കുന്ന എഫേർട്ട് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. ആദ്യം സീരിയസ് ആൾക്കാർ കണ്ടാൽ മാത്രമേ അവരിലൂടെ ഇത് സീരിയസ് ആയിട്ട് സിനിമ കാണാത്തവരിലേക്ക് ഈ ഒരു സിനിമയുടെ കൺസെപ്റ്റുകൾ ചെല്ലത്തുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഇത് ആദ്യത്തെ ദിവസം തള്ളിക്കറിയിക്കുന്നത് സീരിയസ് ആയിട്ടുള്ളവർക്കല്ല ടിക്കറ്റ് കിട്ടിക്കുന്നത്. ആദ്യം ഒരു ഡാം ഡിസാസ്റ്റർ കാണുന്ന ഒരു ബഹളം ജഗബഗ ഹോളിവുഡ് ചിത്രം ബഹളമുള്ളത് കാണാൻ കിട്ടുന്നത് അവർക്ക് വേണ്ടിയുള്ളതല്ല. നമ്മൾ ബിരിയാണി അന്വേഷിച്ച് വരുന്ന ഒരാൾക്ക് നല്ല ഒരു സദ്യ വിളമ്പുന്നത് പോലെ ആയിപ്പോയി. അതാണ് പറ്റിയത്. അതേസമയം ഈ ചിത്രത്തിലൂടെ ഞങ്ങൾക്ക് കൺവേ ചെയ്യേണ്ട സാധനം വ്യക്തമായിട്ട് അവസാനമുണ്ട്. പക്ഷെ അവസാനം വരെയുള്ള ആ ഒരു ക്ഷമ നശിച്ചിരിക്കുമ്പോഴാണ് നമ്മളിത് കൊടുക്കുന്നത്. നത്തിങ്. അതിനകത്ത് ഇത് നവരസ ബേസ്ഡ് മൂവിയാണ്. ലെറ്റ് മീ ടോക്ക്. ഇത് നവരസ ബേസ്ഡ് മൂവിയാണ്. ഇതിനകത്ത് 9 കഥാപാത്രങ്ങളിലൂടെയാണ് കഥ പറയുന്നത്. അതിനകത്ത് ഞങ്ങൾ വ്യക്തമായിട്ട് തീരുമാനിച്ചതാണ് ഇതിനകത്ത് 5 കഥാപാത്രങ്ങൾ ഇന്ത്യയിലെ ഡിഫറൻറ്റ് മൂവി ഇൻഡസ്ട്രിയിൽ നിന്ന് എല്ലാവരും റെപ്രസെന്റേഷൻ വേണം. അങ്ങനെ കേരളത്തിൽ നിന്ന് ഞങ്ങൾ തെരഞ്ഞെടുത്താണ് മിസ്റ്റർ തിലകൻ. ഇന്ത്യ കണ്ട വൺ ഓഫ് ദ ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സിനെയാണ് തെരഞ്ഞെടുത്തത്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ഹാർഡിൽ അതായിരുന്നു. തിലകൻ ചേട്ടനെ മാറ്റണമെന്ന് പറഞ്ഞ വലിയൊരു ഇഷ്യൂ വന്ന് ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. പകരമാണ് രജിത് കപൂർ വന്നത്. അല്ലാതെ ഞങ്ങൾ മനഃപൂർവ്വം ഇത് ആരെയും ഹർട്ട് ചെയ്യാനോ ഒന്നും അല്ലേ. ഇങ്ങനെ ഒരു പ്രോജക്ട് EFX-ലും ഇതിന്റെ എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തിയേക്കുന്നത്. ആർക്കും തോന്നിയിട്ടില്ലല്ലോ ഈ ഒരു പ്രോജക്ട്. ഈ സിനിമ കണ്ട എത്ര പേര്, ആരെങ്കിലും ഒരാൾ സിനിമ കണ്ടവരുണ്ടോ ഇക്കൂട്ടത്തില്? താങ്കൾക്ക് തോന്നി ഇതിനകത്ത് എവിടെയെങ്കിലും ഞങ്ങൾ മുല്ലപ്പെരിയാർ എന്നുള്ള പേര് ഉപയോഗിച്ചായിട്ട് അറിയാം? അത് ഞാൻ പറയട്ടെ, ആസ് എ ഫിലിം മേക്കർ അത് എന്റെ അല്ലേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് നിങ്ങളിൽ പ്രോപ്പർലി കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സക്സസ് ഓഫ് ദ സ്ക്രിപ്റ്റ്, റൈറ്റ്? സോനെ, താങ്കൾ ഈ വാട്ടർ ബോംബ് എന്ന് പറഞ്ഞ തീം എടുത്തപ്പോ ഇതിനകത്ത് താങ്കളുടേതായ റിസർച്ച് നടത്തിയാണ്. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ അല്ലെ എക്സ്പെർട്ട് സ്റ്റഡി ഏതെങ്കിലും റിപ്പോർട്ട്? എത്രയോ പേര് ആ വാട്ടർ ബോംബ് ഡോക്യുമെന്ററി കണ്ടു നോക്കൂ. മുല്ലപ്പെരിയാറിന് വർഷങ്ങളോളം റിസർച്ച് ചെയ്തേക്കുന്ന ആൾക്കാരുടെ എല്ലാ സ്റ്റേറ്റ്മെന്റ് അതിനകത്തുണ്ട്. ഞങ്ങളുടെ R&D ഡിവിഷന്റെ കോൺട്രിബ്യൂഷൻസ് അതിനകത്തുണ്ട്. അതാ പറഞ്ഞ വാട്ടർ ബോംബ് എന്നുള്ള ഡോക്യുമെന്റ് നിങ്ങൾ നിരോധിച്ചോളൂ, എനിക്ക് ഒരു വിഷമമില്ല. ബൈറ്റ്സ് ആയിട്ടൊന്നുമില്ല, മലയാളം വെർഷനിൽ ബൈറ്റ്സ് ആയിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. പല കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അതെ, എവിടെയും ഒരു നിങ്ങൾ അതിന്റെ ഏതെങ്കിലും വിക്ടിംസിന്റെ ഒരു ബൈറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തു നിന്നുള്ള ആളുകളുടെ ബൈറ്റ്സോ ഒന്നും അതിലില്ല. അത് കുറച്ച് ആര് പറഞ്ഞു? അതുകൊണ്ട് ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിന്റെ റിസർച്ച് പർപ്പസ് ബോംബുകൾ എന്ന് പറയുന്ന സാധനത്തിൽ അല്ല, യൂട്യൂബിൽ രണ്ട് ഡോക്യുമെന്ററി പോകുന്നുണ്ട്. എനിക്കറിയില്ല താങ്കൾ കണ്ട ഏത് ഡോക്യുമെന്ററി ആണ്. ഒന്ന് ഡാംസ് ദ ലീതൽ വാട്ടർ ബോംബ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ആക്ച്വലി ഈ അവാർഡ് കിട്ടിയ ഡോക്യുമെന്ററി. വേറെണ്ണം ഒരു ജലബോംബുകൾ എന്ന് പറഞ്ഞ വെറുതെ ഇതിന്റെ കൂടെ ചെയ്ത ഒരു വെറുതെ സാധനം, അതായിരിക്കും താങ്കൾ കണ്ടേക്കുന്നത്. അല്ല, അത് ഞങ്ങളുടെ ഇവിടെ തന്നെ ചെയ്തേക്കുന്ന സാധനമാണ്. പക്ഷെ അത് അല്ല ഈ അവാർഡിന് അയച്ചേക്കുന്ന സാധനം അല്ലത്. അത് വെറുതെ ഞങ്ങൾ അവിടെ ഇരുന്നുണ്ട് ഇതിനെ ഒരു ജനറലായിട്ടൊരു മൊത്തം ഡാമുകളെ കുറിച്ച് ചെയ്തേക്കുന്ന സാധനം. പക്ഷെ അതല്ല ഈ താങ്കൾ നേരത്തെ പറഞ്ഞു മുല്ലപ്പെരിയാറ്റിൽ പുതിയ ഡാം വേണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. എല്ലാ മലയാളികളുടെ അഭിപ്രായം. പലപ്പോഴും ഈ സംസാരത്തിൽ പലപ്പോഴും താങ്കൾ പറയുന്നത് താങ്കൾ സംസാരം പലപ്പോഴും ഒരു ഇടുക്കി ജില്ലക്കാരനെ പോലെ താങ്കൾ സംസാരിക്കും. അതായത് ഈ ഡാം വേണമെന്ന മലയാളി പോലെ സംസാരിച്ചു. ഡാം വേണ്ട എന്നൊരു നിലപാടാണ് തമിഴ്നാട്. പുതിയ ഡാം അനുവദിക്കാൻ പാടില്ല എന്ന നിലപാടാണ് തമിഴ്നാട്. ഈ സാഹചര്യത്തിൽ അവർ ആ ചിത്രം നിരോധിച്ചതിനെ കുറ്റം പറയുന്നത്. അതാ പറഞ്ഞ ഇതിനെ കേരളത്തിൽ ഒരു പുതിയ ഡാം പണിയുന്നത് കൊണ്ട് തമിഴ് ജനതയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമാണ്. അല്ലാതെ കേരളത്തിൽ ഒരു പുതിയ ഡാം പണിയുന്നുണ്ട് തമിഴ് ജനതയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തമിഴ് ജനതയ്ക്ക് വേണ്ടത് വെള്ളമാണ്, അവർക്ക് വേണ്ടത് കറന്റാണ്. ഈ രണ്ട് സാധനവും കിട്ടാനുള്ളത് പുതിയ ഡാം വന്നാലും കിട്ടും. പിന്നെ എന്താണ് പ്രശ്നം? ഇത് അധികാരത്തിന് വേണ്ടിയുള്ള ഇതിന്റെ കൺട്രോൾ ആര്? കേരളമാണോ തമിഴ്നാടാണോ? ഇത് ആര് കൺസ്ട്രക്ട്? ഇതല്ലേ ഇഷ്യൂ.
ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, അല്ലാതെ ഇത് സാധാരണ ജനങ്ങൾക്ക് ഒരു ഇഷ്യൂ ഇല്ല. ഒരിക്കലും ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ ആരും പറഞ്ഞിട്ടില്ല കേരളം ഇനി തമിഴ്നാടിന് വെള്ളം കൊടുക്കില്ല എന്ന്. ഞാനിപ്പോഴും പറയുന്നത് തമിഴ്നാടിന് കൂടുതൽ വെള്ളം കൊടുക്കുക, കൂടുതൽ വെള്ളം കൊടുത്താലേ കേരളത്തിലേക്ക് ഇതിലും ചീപ്പായിട്ട് നമുക്ക് പച്ചക്കറി സാധനങ്ങൾ വരത്തുള്ളൂ. അല്ലാതെ വെള്ളം നിങ്ങൾ തടഞ്ഞു നോക്കൂ, പച്ചക്കറി നിങ്ങൾ ഇപ്പം കൊടുക്കുന്നതിന് ഇരട്ടി വിലയ്ക്ക് നിങ്ങൾ കർണാടകയിൽ നിന്ന് അവസാനം വാങ്ങേണ്ടി വരും. പുതിയ ഡാം മുല്ലപ്പെരിയാറിലെ പ്രശ്നങ്ങൾ ഇരു സംസ്ഥാനങ്ങളിൽ ചർച്ച ചെയ്ത് കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്നാണ് എന്റെ നിലപാടെന്ന് താങ്കൾ പറഞ്ഞിരുന്നെങ്കിലും ഇത്തരത്തിൽ താങ്കൾ ഉദ്ദേശിച്ചത് ആരും ചോദ്യം ചെയ്യുന്നില്ല. അല്ല, അത് ഇത് ചർച്ച ചെയ്ത് തീർക്കട്ടെ. ഇത് ഈ ഒരു മുല്ലപ്പെരിയാർ ഇഷ്യൂ ഈ ഒരു ഇഷ്യൂവില് ഇപ്പൊ നടക്കുന്ന സാധനത്തില് ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരു കാലത്ത് ഞാൻ തീർത്ത് പറയുകയാണ്, ഈ ഡാം 999 വന്നതും ഇപ്പോൾ ഉള്ള ഭൂചലനമൊക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ആകെ ഒരു മീഡിയ ഹൈപ്പ് ഉണ്ടല്ലോ, ഈ ഒരു രംഗത്ത് ജനങ്ങൾ ഇപ്പോൾ ആകെ ഇത് മാത്രമാണ് ചർച്ച. ഈ ഒരു സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടന്നവരെല്ലാം ഉണർന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് ചർച്ച ചെയ്ത് ഒരു പരിഹാരം മേ ബി ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് ആകും ഇതിൽ എടുത്തില്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നല്ലൊരു ന്യൂസ് കിട്ടുമ്പോൾ നിങ്ങൾ അതിന്റെ പുറകെ പോകും, മുല്ലപ്പെരിയാർ അതിന്റെ വഴിക്ക് പോകും. അവസാനത്തെ രണ്ട് ചോദ്യം. താങ്കൾ ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയ റിസർച്ച് ഇപ്പൊ ഈ കേരളവും തമിഴ്നാടും തമ്മിലുണ്ടാക്കിയ കോൺട്രാക്ട് പോലെ 999 ഇയേഴ്സിലേക്കുള്ള കോൺട്രാക്ട് ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഡാമുകളുടെ ഭാഗമായി കണ്ടെത്താൻ സാധിച്ചു? 999 എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ലീസ് എഗ്രിമെന്റ്സിൽ ഉള്ള ഒരു നോർമൽ സാധനമാണ്. പക്ഷേ ഈ 999 എന്ന് പറയുന്നത് ഡാമുകൾ ഇതിനകത്ത് വന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും 999 ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ഡേയ്സിൽ ഉള്ള ഒരു ഇതായിരുന്നു. അത് ബോസ് കേസിൽ ഏറ്റവും എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു ഈ 999. പക്ഷേ ഡാമുകളുടെ കേസിനകത്ത് ഈ 999 എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു വാട്ടർ ബോംബ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി അമേരിക്കയിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ള കാര്യം. അമേരിക്കയിൽ മാത്രമേ ഇതിന് 12 അവാർഡ് കിട്ടി. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലേക്ക് ഇത് വിടുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അമേരിക്കയിൽ 2020 8500 ഡാമുകൾ കാലപ്പഴക്കം ചെയ്യും. ഇത് അവിടെ ചർച്ച ചെയ്യപ്പെടുകയും അവിടെ ഒരു തീരുമാനവും വരികയാണെങ്കിൽ ഇന്റർനാഷണലിലെ ഏത് ഡാമുകൾക്കും ഒരുപക്ഷെ 50 വർഷമെന്നോ 100 വർഷമെന്നോ ഒരു കാലപരിധി നിർണ്ണയിക്കും. ഇപ്പൊ അങ്ങനെ റൂളില്ല. ഏത് ഡാമിനും 100 വർഷത്തിൽ കഴിഞ്ഞാൽ ഒരു ഡാം പൊളിച്ചിരിക്കണം ഒരു ഇന്റർനാഷണൽ റൂളില്ല. ഇത് തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറയുന്ന ശക്തമായ ഒരു രാജ്യം തീരുമാനിച്ച തീരുമാനമാണ്. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്കയിൽ നിന്നാണ് ലോകത്തിലുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള ഏത് റൂളും ഫോം ചെയ്യപ്പെടുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി തന്നെയാണ് അമേരിക്കൻ ഫിലിം ഫെസ്റ്റിവലിൽ ഫോക്കസ് ചെയ്ത് ഇത് അവിടെ കൊടുക്കുകയും അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അവിടെ നിന്ന് പിടിച്ചുകയും ചെയ്തത്. ഒരു ചെറിയ സംശയം, താങ്കൾ ഇപ്പോൾ ടാക്സ് ഇളവിന് വേണ്ടി മന്ത്രി പി ജെ ജോസഫിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ അപേക്ഷ കേരളത്തിലെ വിദ്യാർത്ഥിയുടെ അവയർനെസിന് വേണ്ടിയാണ് താങ്കൾ ചെയ്യുന്നതെങ്കിൽ ആ ഡോക്യുമെന്ററി അല്ലേ കാണിക്കുന്നത്? അല്ല, വിദ്യാർത്ഥികളുടെ അവയർനെസ് മിനിസ്റ്റർക്ക് തോന്നിയതാണ്. മനസ്സിലല്ലേ, മിനിസ്റ്റർക്ക് തോന്നിയാണ്. ഇത് കുട്ടികൾ കാര്യം അദ്ദേഹത്തിന് ആ ചിത്രം കണ്ടപ്പോൾ അതിനകത്ത് ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവണമെങ്കിൽ താങ്കളുടെ ഡോക്യുമെന്ററി കണ്ടാണല്ലോ അവയർനെസ് ഉണ്ടാവേണ്ടത്, അല്ലാതെ ഒരു സിനിമ കാണിച്ചല്ലോ. അല്ല, ഡോക്യുമെന്ററി അല്ല, പറഞ്ഞുതരാം. ഡോക്യുമെന്ററിയിലുള്ള പ്രശ്നം പറയാം. ഇത് തന്നെയാണ് ഇത്രയും കാലം മീഡിയയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഡോക്യുമെന്ററിയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. ഇത് തന്നെയാണ് നമ്മൾ ഇത്ര നാൾ കണ്ടത്. പക്ഷേ ഇതിനെ വിഷ്വലി എങ്ങനെയാണ് ഒരു ഡാം ഡിസാസ്റ്റർ നടക്കുന്നത് എന്നുള്ളത് ആ ഡോക്യുമെന്ററിക്ക് അതില്ല. മുല്ലപ്പെരിയാറിന്റെ കോസ്റ്റിന് വേണ്ടി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണല്ലോ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇതിനോട് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനത്തോട് കാഴ്ചപ്പാട് ഞാൻ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. ഈ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് വ്യക്തി ഇവിടെയുണ്ട്. എന്റെ കാഴ്ചപ്പാടില് ഇത് കോടതിയിലൂടെ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. ഇത് നീണ്ടുകൊണ്ടേയിരിക്കും. കാര്യം ഓരോ തവണയും ഇതിനകത്ത് ഓരോ ബ്ലോക്ക് വന്ന് നീണ്ടും. അതുവരെ മുല്ലപ്പെരിയാർ ഡാം എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് ഇന്നായിരിക്കാം നാളെ ആയിരിക്കാം, എന്ന് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല.